അങ്ങനെ വിധിയെഴുത്ത് 5 മണിക്കൂർ പിന്നിട്ട് 6 മണിക്കൂറിലേക്ക് കടക്കുകയാണ്. ഒരുപാട് പ്രമുഖരടക്കം ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്തിയാണ്. ടൊവിനോ തോമസ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ഇപ്പോൾ സംസാരിക്കുന്നു തത്സമയം. സിനിമയാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിനിമയിലൂടെയും നമുക്ക് നല്ല സന്ദേശങ്ങൾ കൊടുക്കാനും ഒക്കെ പറ്റുമല്ലോ. എല്ലാ തെരഞ്ഞെടുപ്പും വരുന്ന ആളായതുകൊണ്ട് ഇരിങ്ങാലക്കുടയിൽ ഇത്തവണ എന്തെങ്കിലും അത് പറയാനായിട്ട് എനിക്കറിയില്ല. അങ്ങനെ ഒരു പ്രവാചകനാണ് ഞാനെന്നുണ്ടെങ്കിൽ എനിക്ക് എളുപ്പത്തിൽ ഞാൻ വന്ന എല്ലാ കൊല്ലം പറഞ്ഞേനെ. ഇത് ആളുകളുടെ വോട്ടിംഗ് അനുസരിച്ചിട്ട് മാത്രമാണ് നമുക്ക് ഇലക്ഷൻ. കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ പോരെ. എല്ലാം എന്തിനാ നേരത്തെ അറിയണേ, അതിന്റെ സമയത്ത് തന്നെ അറിയാന്ന്. ജനകീയ പ്രശ്നങ്ങളൊക്കെ ഇടപെടുന്ന ഒരാളാണ്. ഒരു പുതിയ ഗവൺമെന്റ് ഏത് മുന്നണിയുടെ ആണെങ്കിലും വരുമ്പോൾ എന്താണ് ഒരു പ്രതീക്ഷ? എന്താണ് ഏത് മുന്നണിയാണെങ്കിലും നമ്മളുടെ ഗവൺമെന്റ് അല്ലേ. അപ്പോൾ അത് ആര് വന്നാലും നന്നായിട്ട് തന്നെ കേരളം ഭരിക്കണം എന്നുള്ളത് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ. അല്ലാതെ ഇന്ന ആള് വരണമെന്നോ അങ്ങനെ നമുക്ക് ചിന്തിക്കേണ്ട കാര്യമില്ല. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ ഡെമോക്രസി ഇല്ലാതാവുകയാണല്ലോ. പുതിയ സിനിമ ഈ പറഞ്ഞ പോലെ ഈ നമുക്ക് ഒരു 9-ാം തീയതി ഇലക്ഷൻ കഴിഞ്ഞിട്ട് 10-ാം തീയതിക്കാണ് സർട്ടിഫിക്കറ്റ്. കേരളത്തിന്റെ വികസനത്തിനു വേണ്ടിയുള്ള നമ്മളെ നയിക്കാൻ വികസനത്തിന് മുന്നോട്ട് വരുന്ന നാളുകൾ വരണം, നേതാക്കൾ വരണം, അങ്ങനെ ഒരു മുന്നണി ഉണ്ടാകണം എന്നുള്ള ആഗ്രഹമാണ്